ബിഗ് ബോസ് സീസൺ 7 ഏഴിന്റെ പണി എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ പണി കൊടുക്കുന്നത് പണിപ്പുര എന്ന് പറയുന്ന ഒരിടത്ത് വെച്ചിട്ടാണ്. പണിപ്പുരയിലാണ് ഇവരുടെ വസ്ത്രം, ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് ആ പണി തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ പണിപ്പുര അവിടെ വെറുതെ കിടക്കുകയാണ്. ഡ്രസ്സെല്ലാം അവർക്ക് കിട്ടി. ഫുഡ് എന്ന് പറയുന്നത് ഈ പണിപ്പുര ടാസ്ക് എന്നുള്ള രീതിയിലേക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും വലിയ ഒരു ആക്റ്റീവായിട്ട് പോയിട്ടില്ല. പിന്നെ ഇപ്പോഴത്തെ ടാസ്ക് എന്ന് പറയുന്നത് ടിക്കറ്റ് ഫിനാലേക്ക് വേണ്ടിയിട്ട് ഒരു വമ്പൻ ടാസ്ക് ആണ്. എല്ലാം എൻജോയ്മെന്റ് ടാസ്ക് ആയിരുന്നു. അത്രയും ക്ഷമയും സഹനശേഷിയും ഒക്കെ വേണ്ടി വന്ന ഒരു ടാസ്ക് ആണ്. ഈ പറയുന്ന ടാസ്കിന് നല്ലൊരു എനർജി വേണം. പിടിച്ചു നിൽക്കാൻ, തല കറങ്ങി വീഴാതിരിക്കാൻ ഒക്കെയുള്ള ആഹാരം, എനർജി അത് നമ്മുടെ വയറ്റിലോട്ട് ചെല്ലണം. ഫുഡ് കിട്ടണം. അപ്പോ ഈ പറയുന്ന മൂന്നെണ്ണം, ആര്യൻ, അക്ബർ, നെവിൻ, ഇവരെ മൂന്നുപേരെയും ഒന്നിച്ച് ക്യാപ്റ്റനാക്കിയ സമയത്ത് ഇവിടെ ആരും ഇപ്പം പ്രത്യക്ഷത്തിൽ അനുമോള് മാത്രമാണ് ഇതെന്താണ് ബിഗ് ബോസ് ടാസ്ക് ഒന്നും കൊടുക്കാതെ, ഇത് മോശമായി പോയി എന്ന് പറയാനുള്ള ധൈര്യം പോലും അനുമോള് മാത്രമാണ് കാണിച്ചത്. ബട്ട് അനുമോളും അത് അക്സെപ്റ്റ് ചെയ്തു. അത് മാത്രമല്ല, ഈ ഒരു ബിഗ് ബോസ് ഹൗസിന്റെ മെയിൻ്റനൻസ് ആൻഡ് ആ ഒരു ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അനുമോൾക്കായിരുന്നു ടാസ്ക്. അത് നെവിൻ കൊടുത്ത ഒരു പണിയാണ്. പക്ഷെ അനുമോൾ അത് ഹാപ്പി ആയിട്ട് തന്നെ എടുത്തു. ആദ്യത്തെ ഒരു ദിവസം നല്ല ഓർമ്മയുണ്ട്. ഒരു പ്രശ്നവുമില്ലാതെ എല്ലാവരും മത്സരിച്ച് അവരുടെ ഓരോ ടാസ്കുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ അക്ബർമാരിനും നെവിനും കൂടി നല്ലൊരു കാര്യം അവിടെ പറഞ്ഞു. വേറൊന്നുമല്ല, ഈ നല്ലതുപോലെ ടാസ്ക് അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യുന്നവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ പോലും പറഞ്ഞിട്ട് അതിനുവേണ്ടി മത്സരിച്ച് നന്നായിട്ട് അവരുടെയൊക്കെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ ആദ്യത്തെ ദിവസം നമുക്ക് തോന്നിയതുമാണ്. അവിടെയൊന്നും ഈ പറയുന്ന ആദില, നൂറ, അനുമോള് ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ കിച്ചണിൽ നിന്ന് അടി തുടങ്ങിയത്? കിച്ചണിൽ നിന്ന് അടി തുടങ്ങിയത് ഫുഡിന്റെ കാര്യത്തിൽ തന്നെയാണ്. ഈ പറയുന്ന മൂന്നെണ്ണവും വെറും മടിയന്മാരാണ്. എസ്പെഷ്യലി നെവിൻ അത് ചെയ്യില്ല. പിന്നെ ഫുഡ് ഉണ്ടാക്കിയേ പറ്റൂ എന്ന് വന്നപ്പോഴത്തേക്കുമാണ് നെവിൻ അടുക്കളയിൽ കയറുന്നത്. ആര്യന് ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല. അക്ബറിന് പ്രത്യേകിച്ച് വലിയ മെനയായിട്ടൊന്നും അറിയത്തില്ല. ഒരു ദിവസം 2 നേരം മാത്രം ഫുഡ് കഴിച്ച ഒരു സമയമുണ്ടായിരുന്നു. അതിന് കാരണം ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നേരത്തെ കറക്റ്റ് സമയത്തിന് കൊടുത്തു. അപ്പൊ എന്തുവാ, ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കറക്റ്റ് സമയത്തിന് കിട്ടിയില്ലേ, അപ്പൊ ഇനി ഉച്ചയ്ക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് കരുതിയോ? പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. നെവിൻ അതിനകത്തുണ്ടോ ഇല്ലയോ എന്നെനിക്ക് ക്ലിയർ ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ എങ്കിലും ആര്യനും അക്ബറും കൂടി അവർ രണ്ടുപേരുമാണ് ടാസ്കുകളിൽ ഏറ്റവും കൂടുതൽ 1, 2, 3 പൊസിഷൻസിൽ മാറി മാറി നിന്നത്. അപ്പോ നൂറ മുന്നോട്ട് വരുന്നു എന്ന് കണ്ടിട്ട് ഈ പറയുന്ന മറ്റു കണ്ടസ്റ്റൻസിന് ഫുഡ് കൊടുക്കണ്ട എന്നൊരു കുബുദ്ധി തോന്നിയിട്ടില്ല എന്ന് ആർക്ക് പറയാൻ പറ്റും?